തായിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് സമൂസ കേട്ടോ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ 5 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലില്ലാത്ത പീസാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഗ്യാസ് കത്തിച്ച് ഈ ചിക്കൻ ഒന്ന് ഇതിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിൽ വന്നാൽ മതി, അപ്പോൾ അത് വെന്ത് വരും. അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇതിപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് അടുപ്പിലേക്ക് നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. അതിൽ നമ്മൾ ഇട്ട സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വലിയ ഉള്ളി കേട്ടോ. അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഒരു സാധനം ഇടാൻ മറന്നു പോയിക്ക്. ഇതിലേക്ക് പച്ചമുളകും കൂടെ വേണം കേട്ടോ. അതെന്നോട് മറന്നു പോയതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം കുറച്ചേ ഇടുന്നുള്ളൂ. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടുണ്ട്, അപ്പം നോക്കിയിട്ടൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം വാടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വെന്തുണ്ടോയെന്നൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം വേണം പൊടിച്ചെടുക്കണമെങ്കിൽ. നമ്മൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല. ഇനി അതിലേക്ക് ഒരു കുഞ്ഞ് സ്പൂണാട്ടോ. ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നല്ലോണം ഒന്ന് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ചു കൊണ്ടുവച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാം, ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. അത് നല്ലോണം തണിഞ്ഞതിന് ശേഷം ഒരു ബോക്സിലിട്ട് നല്ലോണം അടച്ചു വെച്ചാൽ മതി. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കളർ ഇതെല്ലാം വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബീഫും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് തണിഞ്ഞ് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതൊക്കെ നല്ല തണിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അത് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ സമൂസൻ്റെ ഷീറ്റ് എടുത്തിട്ട് കേട്ടോ. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം നമുക്ക്, എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. കുറച്ച് ഷീറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഈ ഷീറ്റിലെല്ലാം ഉണ്ടാക്കിയിരുന്നത്, ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് പിന്നെ മൈദപ്പൊടി കുഴച്ചിട്ട് ചപ്പാത്തി പരത്തുന്നിട്ട് അതിനെങ്ങനെ നാലാക്കിയിട്ട് മുറിക്കും കേട്ടോ. എന്നിട്ട് അതിനിങ്ങനെ കോണാക്കി മടക്കിയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ആണ് ഞാൻ ഈ ഷീറ്റ് വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അതുപോലെ ഈ ഷീറ്റ് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര മടക്കിയാലും റെഡി ആവില്ലായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ സുഖമായിരുന്നു കേട്ടോ. ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇത് നമുക്ക് തോന വേണമെങ്കിൽ തോന നിറക്കാം. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് കേട്ടോ, ഇങ്ങനെ നിറക്കണ്ടതെന്നൊക്കെ നമ്മൾ ഇഷ്ടത്തിന് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ, അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ ഇങ്ങനെയാണ് മടക്കുന്നത്. പക്ഷെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് മറ്റേ നമ്മളെ ഇതും കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോഴാട്ടോ, ആ മൈദപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അച്ച് ഞാൻ മീഷോയിൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കിതുവരെ വന്നിട്ടില്ല കേട്ടോ. അത് വന്നു കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാൻ വിചാരിച്ച് നിന്നതായിരുന്നു, പക്ഷേ അത് എത്തിയിട്ടില്ല. അതിനെപ്പോഴാണ് എത്തുകയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വെച്ച് ഈ ഷീറ്റ് തന്നെ വെച്ചിട്ട് കാണിച്ചു തരാമെന്ന്. അതിൽ കാണുമ്പോൾ നല്ല എളുപ്പമൊക്കെ തോന്നുന്നുണ്ട്. ചപ്പാത്തി വരച്ചിട്ടിട്ട് 21 കേട്ടോ ഒന്നിച്ച് ആവുന്നതാണ് അതിൽ ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഓർഡർ ആക്കിയത് കേട്ടോ. അത് വന്നു കഴിയുമ്പോൾ ഞാൻ അതിലുണ്ടാക്കി കാണിക്കാം അതെങ്ങനെ ഉണ്ട് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ മൈദപ്പൊടി കുറച്ച് തേച്ച് കൊടുക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് പൊരിയാൻ കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, അത് വേഗം വേഗം ആവും. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങോട്ട് കോരാനേ ഉണ്ടാവുള്ളൂ. എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ കുറേ നേരം ഇതിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിക്കും കേട്ടോ. നല്ല എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ നല്ലോണം നമുക്ക് ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ വെജിറ്റബിൾ വെച്ചുണ്ടാക്കും, പിന്നെ ബീഫ് ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാം ഒക്കെ നമുക്ക് ചെയ്യട്ടോ. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വെജിറ്റബിൾ ഇട്ടുണ്ടാക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായി വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്, എല്ലാവരും ഉണ്ടാക്കുന്നതിലാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, തുള്ളി പോലെ എവിടെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. എണ്ണ കുടിക്കാണ്ട് ചൂടായിട്ട് ആ ചൂടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടാണ് എണ്ണ കുടിക്കാത്തത്. ചൂടാവാണ്ടാണ് ഇട്ടതെങ്കിൽ അതിലൊക്കെ എണ്ണ കുടിക്കും കേട്ടോ. ഇതിലെവിടെ എണ്ണ കുടിച്ചിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.